ഇന്ന് കുട്ടികളുടെ പ്രിയപ്പെട്ട ഐസ്ഡ് കൊക്കോ ഉണ്ടാക്കിയാലോ? ഈ ചൂട് കാലത്ത് പറ്റിയ ഒരു ഡ്രിങ്കാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. ആ സമയത്തൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ ഏപ്രിൽ മാസത്തെ ഗിവ് അവേ വിന്നേഴ്സ് ഫോട്ടോയും വീഡിയോയും ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വിന്നർ ഫോട്ടോയാണ് അയച്ചത്, സെക്കൻഡ് വിന്നർ നല്ല ഭംഗിയുള്ള ഒരു വീഡിയോ ഒക്കെ ഉണ്ടാക്കി അയച്ചിട്ടുണ്ട്. സർപ്രൈസിംഗ്ലി 2 വിന്നേഴ്സും ആവശ്യപ്പെട്ടത് ഒരേ ഗിഫ്റ്റ് തന്നെയായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ ഗിവ് അവേ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഐസ്ഡ് കൊക്കോ ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ചേർക്കുന്നത്. കസ്റ്റാർഡ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ ചേർത്തിരുന്നാലും മതി. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നത് ബ്രൂ ആണ്, ഏതായാലും മതി. കോഫി പൗഡർ ചേർക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു ഐസ്ഡ് കൊക്കോ. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാണ്ട് ഒന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് ഒരു പാനിലേക്ക് ഒരു പാക്കറ്റ് പാലൊഴിച്ച് കൊടുക്കാം. 1/2 ലിറ്റർ പാലാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പാല് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി കട്ടകൾ ചെറുതായിട്ടുണ്ട് സംശയം ഉണ്ടെങ്കിൽ അരിച്ചൊഴിച്ചിരുന്നാലും മതി. ഇനി അതിലേക്ക് നമുക്ക് ഡാർക്ക് കോമ്പൗണ്ട് ചേർത്ത് കൊടുക്കാം. ഡാർക്ക് കോമ്പൗണ്ടോ ചോക്ലേറ്റോ ഡയറി മിൽക്കോ ഏതാണോ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ചേർക്കണ്ട കേട്ടോ, അതിനൊരു കയ്പ്പായിരിക്കും. ഇത് ഞാൻ 50 ഗ്രാമാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് വെച്ച് തിളപ്പിക്കാം. ചെറുതായിട്ടൊന്ന് തിക്നെസ് വരുന്ന വരെ ഒന്ന് തിളപ്പിക്കാം. ഒരുപാട് കുറുകൊന്നും വേണ്ട. ഇനി കുറച്ച് സമയം വെച്ചൊന്ന് കുറുക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റാർഡ് പൗഡർ 3 ടീസ്പൂൺ വെച്ച് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പാലൊരിച്ച് ഒന്ന് വറ്റി വരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയിട്ടുണ്ട്, അത് മതി. ഒരുപാട് തിക്കായി പോണ്ട. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ച് വെച്ച് കൊടുക്കാം. ഒന്ന് തണുത്ത് വരട്ടെ. തണുത്തതിന് ശേഷം നമുക്കതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി നമ്മളിത് എപ്പോഴാണോ കുടിക്കാൻ എടുക്കുന്നത് ആ സമയത്ത് ഒന്ന് ഐസ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ടൗലിലേക്ക് ഇടുകയാണ്. അതാകുമ്പോൾ പുറത്തേക്കൊന്നും പോകാതെ നമുക്ക് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പം ഒരുപാടങ്ങ് ചെറിയ ചെറിയ പൊടി ആയിട്ടുമില്ല, എന്നാൽ ഒരുപാട് വലിയ കഷ്ണമല്ല. ആ ഒരു പരുവത്തിനാണ് പൊട്ടിച്ചെടുത്തത്. അത് മതി. നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച സംഭവം നല്ല തണുത്തിരിക്കുകയാണ്. കണ്ടോ, കുറച്ചും കൂടെ തിക്കായിട്ടില്ലേ? നമ്മൾ ഈ ഒരു തിക്നെസ്സാണ് ഐസ്ഡ് കൊക്കോ കുടിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ തണുത്തപ്പം കുറച്ചുകൂടെ ഒന്ന് തിക്കായി. ഇനി നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ കുടിക്കാൻ എടുക്കുന്നത് ആ ഗ്ലാസ്സിലേക്ക് ഐസ് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം. അത് ഗ്ലാസിൻ്റെ പകുതി ഇട്ടിട്ടില്ല കേട്ടോ, പകുതിയിൽ നിന്ന് കുറച്ച് താഴെയാണ് ഇട്ടിട്ടുള്ളത്. ആ ഒരു അളവിനെടുത്താൽ മതി. നമുക്കതിലേക്ക് നമ്മുടെ കൊക്കോ ഒഴിച്ചു കൊടുക്കാം. ഇനിയാണ് നമ്മുടെ പരിപാടി തുടങ്ങേണ്ടത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഒരു ജഗ്ഗോ അല്ലെങ്കിൽ വലിയൊരു ഗ്ലാസ്സോ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചായ ആറ്റുന്ന പോലെ ആറ്റി കൊടുക്കണം. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ് 2-3 പ്രാവശ്യം ഒന്ന് മിക്സ് ആക്കിയാൽ മതി. അപ്പോൾ ഐസ് കുഞ്ഞു പീസസൊക്കെ മുകളിൽ പൊങ്ങി കിടക്കുന്നുണ്ട്. ഇനി അതങ്ങ് കുടിച്ചാൽ മതി. ഇതിപ്പോൾ ഇതുപോലെ അടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ കുടിക്കണം. ഒരുപാടൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഇതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിരുന്നാലും മതി. അടിപൊളി ടേസ്റ്റാട്ടോ. പ്രത്യേക ടേസ്റ്റാണ്. കറക്റ്റ് മധുരമാണ്. ചോക്ലേറ്റിൻ്റെ കയ്പൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു ഐസ്ഡ് കൊക്കോ. ഇപ്പോൾ ശരിക്കും ഇങ്ങനെയല്ലാതെ നമുക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് ഐസ് ക്യൂബ് ഇട്ടിട്ട് ഒന്നിച്ച് വേണമെങ്കിൽ അടിച്ചെടുക്കാം. പക്ഷേ അതാകുമ്പം ഐസ് ക്യൂബ്സ് മൊത്തമായിട്ട് അങ്ങ് അടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ കടിക്കുന്ന സമയത്ത് ഐസ് ക്യൂബും കൂടി ഇങ്ങനെ വരുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കേട്ടോ ഐസ്ഡ് കൊക്കോ എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ കറക്റ്റ് ആ ഒരു മെത്തേഡ് ഉണ്ടാക്കുന്നതിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയത്. ശരിക്കും എത്ര പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുക. അവർ വരുന്ന സമയത്ത് എല്ലാം ഒന്ന് അടിച്ച് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.